ഫാദർ ഓഫ് യോഗ എന്നറിയപ്പെടുന്ന പതഞ്ജലി മഹർഷി യോഗയെക്കുറിച്ചൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. യോഗ ചിത്തവൃത്തി നിരോധഃ എന്നാണ്. ചിത്തവൃത്തി എന്നാൽ മനസ്സിൻ്റെ വ്യാപാരങ്ങളെയാണ് ചിത്തവൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനോവ്യാപാരങ്ങളെ നിയന്ത്രണത്തിലാക്കി ശരീരത്തെയും മനസ്സിനെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക എന്നതാണ് യോഗ ലക്ഷ്യമാക്കുന്നത്. യോഗ സ്ത്രീകളുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വളരെ സഹായകരമാണ്. പ്രസവശേഷമുള്ള ആരോഗ്യം വീണ്ടെടുക്കാനായി യോഗ വളരെ സഹായിക്കുന്നു. സ്ത്രീകൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഹോർമോൺ ഇംബാലൻസ് തടയാനും ഫ്ലെക്സിബിലിറ്റി കൂടാനും ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ തടയാനും സഹായകമാണ്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആസന മാർജാരാസനയാണ്. ക്യാറ്റ് പോസ്. മാർജാരാസന ഹോർമോൺ ഇംബാലൻസിന് വളരെ നല്ലതാണ്. മാത്രമല്ല ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. മാർജാരാസന പ്രാക്ടീസ് ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റി കൂട്ടും, സ്പൈനിന് വളരെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയി ഒരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നീ ഇഞ്ചുറി ഉള്ളവർ, ആർത്രൈറ്റിസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളതല്ല. ബ്രിസ്റ്റിന് ഏതെങ്കിലും തരത്തിൽ പെയിൻ ഉണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളതല്ല. ഷോൾഡർ ഇഷ്യൂസ് ഉള്ളവർ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യുക. വജ്രാസനത്തിലിരിക്കുക. വജ്രാസനം എന്ന് പറയുന്നത് നമ്മുടെ ഹീൽസിൽ ഇരിക്കുന്നതിനെയാണ് വജ്രാസനം എന്ന് പറയുന്നത്. വജ്രാസനത്തിലിരുന്ന ശേഷം ടേബിൾ പോസ്ചറിലേക്ക് വരിക. ഫ്രണ്ടിലേക്ക് കൈകൾ കുത്തി വിരലുകൾ സ്പ്രെഡാക്കി വയ്ക്കുക. നമ്മുടെ നീസ് ഷോൾഡറിൻ്റെ വിഡ്ത്തിനനുസരിച്ചായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. പാദങ്ങൾ അകറ്റി വയ്ക്കുക. ഈ ഒരു പോസ്ചറിനെയാണ് ടേബിൾ പോസ്ചർ എന്ന് പറയുന്നത്. മാർജാരാസന ചെയ്യുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ഹെഡ് അപ്പ് ചെയ്യണം. ഒപ്പം ബട്ടക്സും അപ്പ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നമ്മുടെ ഹെഡ് ഡൗൺ ചെയ്യുക. മുതുക് ആർച്ച് രൂപത്തിലായിരിക്കണം കാണപ്പെടേണ്ടത്. ഒരിക്കൽ കൂടെ ചെയ്യാം. ശ്വാസം ദീർഘമായി എടുത്തുകൊണ്ട് ഹെഡ് അപ്പ് ചെയ്യുക. ബട്ടക്സും അപ്പ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഹെഡ് ഡൗൺ ചെയ്യുക. മുതുക് ആർച്ച് രൂപത്തിലാക്കുക. 5 to 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. മെല്ലെ വജ്രാസനത്തിലേക്ക് വരിക.